JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു മോഡൽ എക്സാം ആണ്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മോഡൽ എക്സാം ലേക്ക് കിടക്കാം. അപ്പോൾ ഓരോരുത്തർക്കും പഠന നിലവാരം എത്രയുണ്ട് എന്ന് നമുക്ക് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which is the fastest memory that stores instruction codes and data which are to be currently executed by the CPU? അതായത് നിലവിൽ CPU നടപ്പിലാക്കേണ്ട നിർദ്ദേശ കോഡുകളും ഡേറ്റയും സംഭരിക്കുന്ന വേഗതയേറിയ മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി കാഷി, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി റോം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരീക്ഷയിലെ 2023 പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് അറിയാവുന്ന ആൻസറുകൾ ചെയ്യുക. നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞാ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതാ ആൻസർ. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ദാറ്റ് സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻ കോഡ്സ് ആൻഡ് ഡാറ്റ വിച്ച് ആർ ടു ബി കറന്റ്ലി എക്സിക്യൂട്ടഡ് ബൈ ദ CPU? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കാഷി. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a pointing device? ഇനി പറയുന്നവയിൽ ഏതാണ് പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത്? Which of the following is not a pointing device? ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്, ഓപ്ഷൻ സി ലൈറ്റ് പെന്ന്, ഓപ്ഷൻ ഡി ഡിജിറ്റൈസർ. ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഓരോരുത്തർക്കും അറിയാവുന്ന ആൻസർ കുറിക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുക. ഏതാണ് ശരി ഉത്തരം? Which of the following is not a pointing device? ഏതാണ് ശരി ഉത്തരം? ഡിജിറ്റൈസർ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഡിജിറ്റൈസർ. അടുത്ത ക്വസ്റ്റ്യൻ. OCR stands for എന്നതിന്റെ അർത്ഥം എന്താണ്? ഔട്ട്സൈസ്ഡ് ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ സി ഓപ്പറേഷണൽ ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ ഡി ഒൺലി ക്യാരക്ടർ റീഡർ. എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക OCR സ്റ്റാൻഡ്സ് ഫോർ. ഓരോരുത്തരും ആലോചിച്ച് അവരവരുടെ ഉത്തരങ്ങൾ ഏതാന്ന് നിങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം ഏതാണ് ഉത്തരമെന്ന്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. അടുത്ത ക്വസ്റ്റ്യൻ. ബയോസ് മീൻസ് എന്താണ്? ബയോസ് മീൻസ് ഇത് സാധാരണ പരീക്ഷയ്ക്ക് എല്ലാം തന്നെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഓപ്ഷൻ ബി ബൈനറി ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഓപ്ഷൻ സി ബേസിക് ഇൻഫർമേഷൻ ഔട്ട്പുട്ട് സിസ്റ്റം, ഓപ്ഷൻ ഡി ബൈനറി ഇൻഫർമേഷൻ ഔട്ട്പുട്ടിംഗ് സിസ്റ്റം. ഏതാണ് ബയോസ് മീൻസ്? ഓരോരുത്തരും അവരവരുടെ ആൻസർ ഏതാണെന്ന് കണ്ടുപിടിച്ചല്ലോ അല്ലെ. ബയോസ് മീൻസ് ഏതാണ് ഉത്തരം? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. Which is the subset of the cheapest responsible for providing support to the onboard slower peripherals and managing their communications with the rest of the computer? Which is the subset of the chipset responsible for providing support to the onboard slower peripherals and managing their communications with the rest of the computer? അതായത് ഈ ഓൺബോർഡ് വേഗത കുറഞ്ഞ പെറിഫറൽക്ക് പിന്തുണ നൽകുന്നതിനും കമ്പ്യൂട്ടറിന്റെ ബാക്കി ഭാഗങ്ങളുമായുള്ള ആശയവിനിമയങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ചിപ്സെറ്റിന്റെ ഉപവിഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ചിപ്സെറ്റിന്റെ ഉപവിഭാഗം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നോർത്ത് ബ്രിഡ്ജ്, ഓപ്ഷൻ ബി സൗത്ത് ബ്രിഡ്ജ്, ഓപ്ഷൻ സി ഫ്രണ്ട് സൈഡ് ബസ്, ഓപ്ഷൻ ഡി ബാക്ക് സൈഡ് ബസ്. ഏതാണ് ശരി ഉത്തരം? ഓരോരുത്തരും അവരവർക്ക് അറിയാവുന്ന ആൻസറുകൾ ചെയ്യുക. ഞാൻ ശരി ഉത്തരം പറയുന്നതാണ്. എഴുതിയില്ലോ അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ എഴുതിയില്ലോ അല്ലെ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സൗത്ത് ബ്രിഡ്ജ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് SCSI. SCSI യുടെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ
സ്റ്റോറേജ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. ഓപ്ഷൻ ബി സ്മോൾ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഇന്റർഫേസ്. ഓപ്ഷൻ സി സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. എന്താണ് ഫുൾ ഫോം ഓഫ് SCSI? SCSIയുടെ ഫുൾ ഫോം എന്താണ്? എല്ലാവരും അവരവരുടെ ആൻസറുകൾ എഴുതുക. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ആലോചിച്ചോ? എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ അല്ലേ? ഏതാണ് ഫുൾ ഫോം ഓഫ് SCSI? എന്താണ്? സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ. A deadlock situation arise if the following condition arises. അതായത് ഈ താഴെ പറയുന്നതിൽ അവസ്ഥ ഉണ്ടായാൽ ഒരു സ്തംഭനാവസ്ഥ ഉടലെടുക്കുന്നു. ഏതവസ്ഥ ഉണ്ടായാലാണ് ഒരു സ്തംഭനാവസ്ഥ ഉടലെടുക്കുന്നത്? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഓപ്ഷൻ ബി ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഓപ്ഷൻ സി നോ പ്രിംപ്ഷൻ. ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. A deadlock situation arise if the following condition arise. ഏതാണ് ശരി ഉത്തരം? എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഏതാണ്? എല്ലാവരും കണ്ടുപിടിച്ചല്ലോ അല്ലെ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. സിങ്കറൈസേഷൻ ടൂൾ യൂസ്ഡ് ടു ഓവർകം ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. അതായത് ഈ നിർണായക വിഭാഗ പ്രശ്നം മറികടക്കാൻ സിങ്ക്രോസൈസേഷൻ ടൂൾ ഉപയോഗിക്കുന്നു. ഏതാണ് നിർണായക വിഭാഗം പ്രശ്നം? ഓപ്ഷൻ എ ഡെഡ് ലോക്ക്. ഓപ്ഷൻ ബി സെഗ്മെന്റേഷൻ. ഓപ്ഷൻ സി സെമാഫോർ. ഓപ്ഷൻ ഡി സ്വാപ്പിംഗ്. ഏതാണ് സിങ്ക്രോസൈസേഷൻ ടൂൾ യൂസ്ഡ് ടു ഓവർകം ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം? ഏതാണ്? അവരവരുടെ ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം എല്ലാവരും എഴുതിയോ അല്ലേ? എഴുതിയെന്ന് വിചാരിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സെമാഫോർ. സെമാഫോർ ആണ് ശരി ഉത്തരം. സിങ്ക്രൈസേഷൻ ടൂൾ യൂസ്ഡ് ടു ഓവർകം ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം, സെമാഫോർ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഷൻ കാർഡ് ദാറ്റ് കണക്ട്സ് എ കമ്പ്യൂട്ടർ ടു എ നെറ്റ്വർക്ക്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിലേക്ക് ബന്ധിപ്പിക്കുന്ന വിപുലീകരണ കാർഡ് ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓപ്ഷൻ ബി മോഡം. ഓപ്ഷൻ സി റൂട്ടർ. ഓപ്ഷൻ ഡി സ്വിച്ച്. ഏതാണ് എക്സ്പാൻഷൻ കാർഡ് ദാറ്റ് കണക്ട്സ് എ കമ്പ്യൂട്ടർ ടു എ നെറ്റ്വർക്ക്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, NIC. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എക്സിക്യൂഷൻ ടൈം മെമ്മറി? എക്സിക്യൂഷൻ ടൈം മെമ്മറി എന്താണ്? എക്സിക്യൂഷൻ ടൈം മെമ്മറി? ഓപ്ഷൻ എ കാഷി. ഓപ്ഷൻ ബി റാം. ഓപ്ഷൻ സി റോം. ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. ഏതാണ്? വിച്ച് ഈസ് എക്സിക്യൂഷൻ ടൈം മെമ്മറി? ഏതാണ് എക്സിക്യൂഷൻ ടൈം മെമ്മറി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റാം അല്ലെ? റാം ആണ് എക്സിക്യൂഷൻ ടൈം മെമ്മറി. വിച്ച് ഈസ് എക്സിക്യൂഷൻ ടൈം മെമ്മറി? റാം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ്. ഡാഷ് ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ്. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി പോസ്റ്റ്. ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ ഡി ബയോസ്. ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ്. ഏതാണ് ശരി ഉത്തരം? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എഴുതിക്കേ. ഏതാണ് ശരി ഉത്തരം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ബൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് HDMI? HDMIയുടെ ഫുൾ ഫോം എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹൈ ഡെഫിനിഷൻ മീഡിയ ഇന്റർഫേസ്. ഓപ്ഷൻ ബി ഹൈ ഡാറ്റ മൾട്ടിമീഡിയ ഇൻപുട്ട്. ഓപ്ഷൻ സി ഹൈ ഡെഫിനിഷൻ മീഡിയ ഇൻപുട്ട്. ഓപ്ഷൻ ഡി ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് HDMI? എന്താണ് HDMIയുടെ ഫുൾ ഫോം? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് ആലോചിക്കണം. സെക്കൻഡുകൾ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് സമയം വളരെ കുറവാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് HDMI? എല്ലാവരും കണ്ടുപിടിച്ചോ? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഇന്റേണൽ കമാൻഡ് ഓഫ് DOS? ഡോസിന്റെ ആന്തരിക കമാൻഡ് ഏതാണ്? Which is the internal command of DOS? Option A date. Option B delete. Option C time. Option D all the above. Which is the internal command of DOS? ഏതാണ് ശരി ഉത്തരം? എല്ലാവരും ഒന്ന് ആലോചിച്ചേ.
all the above, date, delete, time, all the above. അടുത്ത question. Which of the following layer of ISO OSI in reference model is responsible for source to destination delivery of packets across multiple networks? അതായത് ഒന്നിലധികം നെറ്റ്വർക്കിൽ ഉടനീളം പാക്കറ്റുകളുടെ ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് ഡെലിവറി ചെയ്യുന്നതിന് ISO OSI റഫറൻസ് മോഡലിന്റെ ഇനി പറയുന്ന ലെയറുകളിൽ ഏതാണ് ഉത്തരവാദി? ഏതാണ്? ഓപ്ഷൻ എ ഡേറ്റ ലിങ്ക് ലെയർ, ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് ലെയർ, ഓപ്ഷൻ സി നെറ്റ്വർക്ക് ലെയർ, ഓപ്ഷൻ ഡി ഫിസിക്കൽ ലെയർ. Which of the following layer of ISO OSI reference model is responsible for source to destination delivery of packets across multiple networks? ഏതാണ് ശരി ഉത്തരം? എല്ലാവരും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചോ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. How many wires are there in a category of 5 cable? അതായത് ഇനി പറയുന്നവയിൽ ഈ ഒരു കാറ്റഗറി 5 കേബിളിൽ എത്ര വയറുകൾ ഉണ്ട്? How many wires are there in a category 5 cable? How many wires? എത്ര വയറുകൾ ഉണ്ട് ഒരു കാറ്റഗറി 5 കേബിളിൽ? എത്രയുണ്ട്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ 4 വയേഴ്സ്, ഓപ്ഷൻ ബി 6 വയേഴ്സ്, ഓപ്ഷൻ സി 10 വയേഴ്സ്, ഓപ്ഷൻ ഡി 8 വയേഴ്സ്. ഏതാണ് ശരി ഉത്തരം? ഹൗ മെനി വയേഴ്സ് ആർ ദെയർ ഇൻ എ കാറ്റഗറി 5 കേബിള്? ഒരു കാറ്റഗറി 5 കേബിളില് എത്ര വയറുകളുണ്ട്? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ശരി ഉത്തരം കണ്ടുപിടിച്ചോ? ഏതാണ്? 8 വയേഴ്സ് ആണല്ലേ. 8 വയറുകളുണ്ട്. ഒരു കാറ്റഗറി 5 കേബിളില് 8 വയറുകളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following IP address is used for loop back testing? അതായത് ഇനി പറയുന്നവയില് ഏതാണ് ലൂപ്പ് ബാക്ക് ടെസ്റ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്? ലൂപ്പ് ബാക്ക് ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി പറയുന്നവയില് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 127.001, അടുത്തത് 128.000, അടുത്തത് 255, 255, all the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് which of the following IP address is used for loop back testing? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a multiple access protocol? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ? ALOHA, ഓപ്ഷൻ ബി UDP, ഓപ്ഷൻ സി TCP, ഓപ്ഷൻ ഡി FTP. Which of the following is a multiple access protocol? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ALOHA. അടുത്ത ക്വസ്റ്റ്യൻ. CSMA stands for ഓപ്ഷൻ എ സർക്യൂട്ട് സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്, ഓപ്ഷൻ ബി കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്, ഓപ്ഷൻ സി കാരിയർ സെപ്പറേറ്റഡ് മൾട്ടിപ്പിൾ ആക്സസ്, ഓപ്ഷൻ ഡി സർക്യൂട്ട് സ്വിച്ച്ഡ് മൾട്ടിപ്പിൾ ആക്സസ്. ഏതാണ് ശരി ഉത്തരം? CSMA stands for. എന്നാലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. അടുത്ത ക്വസ്റ്റ്യൻ. Cross connected registered jack 45 cable is used to connect which of the following devices in a LAN? അതായത് ക്രോസ് കണക്ട് ചെയ്ത രജിസ്റ്റേർഡ് ജാക്ക് 45 കേബിള് ഒരു ലാനിൽ ഇനി പറയുന്ന ഏത് ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ കമ്പ്യൂട്ടർ ആൻഡ് മോഡം, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ ആൻഡ് സ്വിച്ച്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. ക്രോസ് കണക്റ്റഡ് രജിസ്റ്റേർഡ് ജാക്ക് 45 കേബിൾ is used to connect which of the following device in a LAN? Computer to computer. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a class C IP address? ക്ലാസ് സി IP address. അതായത് ഇനി പറയുന്ന ഏതാ ക്ലാസ് സി IP വിലാസം? ഏതാണ്? ഓപ്ഷൻ എ
192.0.0.5 200 255 255 255 210 255 255 0 all the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. all the above. അടുത്ത ക്വസ്റ്റ്യൻ. വയേർഡ് ഇക്വലന്റ് പ്രൈവസി ഈസ് പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ. അതായത് ഡാഷിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് വയേർഡ് ഇക്വലന്റ് പ്രൈവസി. ഏതിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് വയേർഡ് ഇക്വലൻസി പ്രൈവസി? ഓപ്ഷൻ എ വൈഫൈ, ഓപ്ഷൻ ബി ലാൻ, ഓപ്ഷൻ സി ടോക്കൺ റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വൈഫൈ. അടുത്ത ക്വസ്റ്റ്യൻ. The default subnet mask 255 255 255 0 is a dash. അതായത് ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് 255 255 255 0 ആണ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ക്ലാസ് എ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി ക്ലാസ് ബി നെറ്റ്വർക്ക്, ഓപ്ഷൻ സി ക്ലാസ് സി നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ക്ലാസ് ഡി നെറ്റ്വർക്ക്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ക്ലാസ് സി നെറ്റ്വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a correct statement? ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നത്? 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം അല്ലെ. ഓപ്ഷൻ എ TCP is a connection less protocol and IP is a connection oriented protocol. Option B TCP is a connection oriented protocol and IP is a connection less protocol. Option C both the TCP and IP are connection oriented protocol. Option D both TCP and IP are connection less protocols. ഏതാണ് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. TCP is a connection oriented protocol and IP is a connection less protocol. അതായത് ഈ TCP ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്, IP എന്നത് ഒരു കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an internet service? ഇനി പറയുന്നതിൽ ഏതാണ് ഇന്റർനെറ്റ് സേവനം? ഓപ്ഷൻ എ ടെൽനെറ്റ്, ഓപ്ഷൻ ബി ഇമെയിൽ, ഓപ്ഷൻ സി ഇന്റർനെറ്റ് ടെലിഫോണി, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. Which of the following is an internet service? ഏതാണ് ശരി ഉത്തരം? all the above. ടെൽനെറ്റ്, ഇമെയിൽ, ഇന്റർനെറ്റ്, ടെലിഫോണി. അടുത്ത ക്വസ്റ്റ്യൻ. Which one changes the link layer address of the source and destination packets? അതായത് ഇനി ഉറവിടത്തിന്റെയും ലക്ഷ്യസ്ഥാന പാക്കറ്റുകളുടെയും ലിങ്ക് ലെയർ വിലാസം മാറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി ബോത്ത് റൂട്ടർ ആൻഡ് സ്വിച്ച്, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. വൈഫൈ ഈസ് ആൻ IEEE-WALAN. ഓപ്ഷൻ എ 802.11 സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ബി 802.5 സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ സി 802.3 സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ഡി 802.4 സ്റ്റാൻഡേർഡ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വൈഫൈ ഈസ് ആൻ IEEE-WLAN 802.11 സ്റ്റാൻഡേർഡ് WLAN. അടുത്ത ക്വസ്റ്റ്യൻ. Which one regenerates the signal? Check the network physical address of packets and check the network layer address. അതായത് ഈ സിഗ്നൽ സൃഷ്ടിക്കുന്നത് ഏതാണ്? പാക്കറ്റുകളുടെ നെറ്റ്വർക്ക് ഫിസിക്കൽ വിലാസം പരിശോധിച്ച് നെറ്റ്വർക്ക് ലെയർ വിലാസം പരിശോധിക്കുക. അത് ഏതാണ്? ഓപ്ഷൻ എ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി സ്വിച്ച്, ഓപ്ഷൻ ഡി റിപ്പീറ്റർ. Which one regenerates the signal? Check the network physical address of packets and check the network layer address. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following network topology uses less cabling? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് കുറഞ്ഞ കേബിളിങ്ങിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ റിംഗ് ടോപ്പോളജി, ഓപ്ഷൻ ബി സ്റ്റാർ ടോപ്പോളജി, ഓപ്ഷൻ സി ബസ് ടോപ്പോളജി, ഓപ്ഷൻ ഡി മെഷ് ടോപ്പോളജി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ടോപ്പോളജി യൂസസ് ലെസ് കേബിളിംഗ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബസ് ടോപ്പോളജി. അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ബിറ്റ്സ് സബ്നെറ്റ് മാസ്ക് കണ്ടെയ്ൻസ്. ഒരു സബ്നെറ്റ് മാസ്കിൽ അടങ്ങിയിരിക്കുന്ന ബിറ്റുകളുടെ എണ്ണം എത്രയാണ്?
ഓപ്ഷൻ എ 8 ബിറ്റ്സ്, ഓപ്ഷൻ ബി 16 ബിറ്റ്സ്, ഓപ്ഷൻ സി 24 ബിറ്റ്സ്, ഓപ്ഷൻ ഡി 32 ബിറ്റ്സ്. നമ്പർ ഓഫ് ബിറ്റ്സ് എ സബ്നെറ്റ് മാസ്ക് കണ്ടെയ്ൻസ് 32 ബിറ്റ്സ്. 32 ബിറ്റ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which protocol carries file request from web browser clients to web servers and the files from the servers to client? ഏത് പ്രോട്ടോകോൾ വെബ് ബ്രൗസർ ക്ലയന്റുകളിൽ നിന്ന് വെബ് സെർവറുകളിലേക്കും ഫയലുകൾ സെർവറുകളിലേക്കും ക്ലയന്റിലേക്കും കൊണ്ടുപോകുന്നു? ഓപ്ഷൻ എ SMTP, ഓപ്ഷൻ ബി SNMP, ഓപ്ഷൻ സി DHCP, ഓപ്ഷൻ ഡി HTTP. Which protocol carries file request from web browser clients to web servers and the files from the servers to client? Option D ആണ് correct answer. HTTP. അടുത്ത question. Linux command used for checking the network connectivity between two nodes. അതായത് രണ്ട് നോഡുകൾ തമ്മിലുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി പരിശോധിക്കുന്നതിന് ലിനക്സ് കമാൻഡുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ നെറ്റ് സ്റ്റേറ്റ്, ഓപ്ഷൻ ബി ട്രേസ് പാത്ത്, ഓപ്ഷൻ സി പിങ്, ഓപ്ഷൻ ഡി ഈ കോൺഫിഗർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർവേഡിംഗ് ദ ഫ്രെയിം ഇൻടു ഇറ്റ്സ് ഡിഫറെന്റ് പോർട്സ് after checking the source and destination address of a frame is the responsibility of. അതായത് ഒരു ഫ്രെയിമിന്റെ ഉറവിടവും ലക്ഷ്യസ്ഥാന വിലാസവും പരിശോധിച്ച ശേഷം ഫ്രെയിം അതിന്റെ വ്യത്യസ്ത പോർട്ടുകളിലേക്ക് കൈമാറുന്ന ഡാഷിന്റെ ഉത്തരവാദിത്തമാണ്. ഏതിന്റെ ഉത്തരവാദിത്തമാണ്? ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി റിപ്പീറ്റർ, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്വിച്ചിന്റെ ഉത്തരവാദിത്തമാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ക്ലാസ്സുകൾ എല്ലാം തന്നെ ലഭ്യമാണ്. ക്ലാസ്സുകളെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകൾ എല്ലാം തന്നെ ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.